ശബരിമല സീസണിൽ കേരളത്തിലെ വിപണന സാധ്യത വർദ്ധിച്ചത് മുതലാക്കാൻ തമിഴ്നാട്ടിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വൻ വിഷപ്രയോഗം. നിരോധിത കീടനാശിനികൾ മുതൽ വാഴപ്പഴവും മുന്തിരിയും ഒരുപോലെ പഴുത്തു കിട്ടാൻ എത്തിഫോൺ എന്ന ഹോർമോൺ വരെ ഉപയോഗിക്കുന്നതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. കമ്പം, തേനി മേഖലകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിരോധിത കീടനാശിനികൾ വീണ്ടും വൻതോതിൽ ഉപയോഗിക്കുന്നതായി വ്യക്തമായത്. പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കുമെല്ലാം കടുത്ത വിഷപ്രയോഗം നടത്തുന്നത് വാർത്തകളിൽ നിറഞ്ഞതോടെ ഇടയ്ക്ക് കുറഞ്ഞിരുന്ന കീടനാശിനി പ്രയോഗം വീണ്ടും മുൻപത്തേക്കാളേറെ വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ തോട്ടത്തിലും കീടനാശിനി കലക്കാനുള്ള സജ്ജീകരണങ്ങളും മോട്ടറും പമ്പുകളുമൊക്കെയുണ്ട്. കീടനാശിനിയുടെ രൂക്ഷഗന്ധം തോട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. മുന്തിരിയുടെ കായകളിലും ഇലകളിലും കീടനാശിനി പ്രയോഗിച്ചിരിക്കുന്നത് ഒറ്റ കാഴ്ചയിൽ തന്നെ വ്യക്തമാകും. പശ ചേർത്ത് തളിക്കുന്നതിനാൽ ചെറിയ മഴ പെയ്താലോ വെള്ളം വീണാലോ ഒന്നും ഇവ പോകില്ല. കീടനാശിനി പ്രയോഗിക്കാതെ കൃഷി ചെയ്യുക സാധ്യമല്ലെന്ന നിലപാടിലാണ് കർഷകർ. எல்லாத்துக்கும் ஒரு மருந்து இருக்கு. இன்னைக்கு இந்த வண்டை பார்க்குறோம்னா வண்டுக்கு ஒரு மருந்து, நாளைக்கு புழுவை பார்க்குறோம்னா புழுவுக்கு ஒரு மருந்து, நோய் வந்தால் நோய்க்கு ஒரு மருந்து. டெய்லியாக கூட அடிக்கிறாப்புல ஒரு அடிக்காமல் கூட இருக்கலாம் 4 நாளைக்கு. அது சமயம் பார்த்து ஒன்று பழுக்குதுல அப்போ அடிக்கும், அப்போ புழு திங்கும். அதுக்கு ஒரு மருந்து அடித்து 10 நாள் கழிச்சு தான் பறிக்கும். ഒരുമിച്ചു പഴുക്കാനായാണ് എത്തിഫോൺ ഹോർമോൺ തളിക്കുന്നത്. ഇത് ഏത്തപ്പഴത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇടനിലക്കാർ വ്യക്തമാക്കുന്നു. മേട്ടുപ്പാളയത്ത് പോയാൽ പഴുക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത് സാധനങ്ങൾ ലഭ്യമാക്കാമെന്നും ഏജന്റ് ഉറപ്പു നൽകി. പഴവർഗ്ഗങ്ങൾ ഒന്നിച്ചു പഴുപ്പിക്കാനുള്ള രാസവസ്തു തേടി കമ്പത്തിന് സമീപം ഒരു കടയിലെത്തിയപ്പോൾ എത്രൽ എന്ന പേരിലുള്ള എത്തിഫോൺ നൽകിയ വ്യാപാരി പറയുന്നതും കേരളമാണ് തങ്ങളുടെ പ്രധാന വിപണിയെന്നാണ്. കേരളത്തിൽ റബ്ബർ കൃഷിയുടെ ഉൽപാദന വർധനവിനും കൈത ഒരുമിച്ച് പൂക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന എത്തിഫോൺ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്യാമറാമാൻ അരുൺ ബാലോഡിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18.